ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രമതിയോടൊന്നും ഓതിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ രവിയേട്ടൻ അവിടെ കയറിയൊക്കെ കിടന്നു. ചന്ദ്രമതിയാണെങ്കിൽ കിടന്നിട്ട് ഉറങ്ങാനും പറ്റുന്നത് അതെ തിരിഞ്ഞും മുറിഞ്ഞും ഒക്കെ കിടക്കുക കേട്ടോ. എന്നിട്ട് ചാടി അങ്ങ് എഴുന്നേറ്റു. എന്നിട്ട് രവിയേട്ടൻ നോക്കിയിരിക്കുക. ഓരോന്നും പറഞ്ഞ് എൻ്റെ ഉറക്കം കളഞ്ഞു. ദൈവമേ, 3 പേരെയും നിയന്ത്രിക്കാൻ എനിക്ക് കഴിയില്ലേ, എൻ്റെ ദൈവമേ, പ്രശ്നമാവോ എന്നൊക്കെ ചന്ദ്രമതി എവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കണേ. വീട്ടിൽ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതിയുടെ ഉറക്കം പോയി. വർഷം വന്ന് കയറിയത് ചന്ദ്രമതിയുടെ ഉറക്കം പോയി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ശ്രുതിയെയും കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ഇന്ന് ശ്രുതിക്ക് പാലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തേക്കുക. അപ്പം പാല് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ വാ ഇരിക്കുന്നു പറഞ്ഞ് കൂടെ വിളിച്ചങ്ങ് ഇരുത്തുന്നു. ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര നാണവും ചമ്മലും ഒക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എനിക്ക് ഓർമ്മ വരുവാണെന്ന് പറയുമ്പോൾ ശ്രുതിയുടെ ചാട്ടം എവിടേക്കാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. നേരെ ശ്രുതി അതെ പാല് കുടിച്ച് പെട്ടെന്ന് ഉറങ്ങാൻ നോക്കാൻ പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ഷോറൂമിൽ പോകണ്ടേന്ന് ചോദിക്കുമ്പം പോണം അല്ല ഇവിടെ എല്ലാവരും കിടന്നോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ കിടന്നെന്ന് പറഞ്ഞു. അല്ല അതിനിടയിൽ വർഷ എന്തിനാ അച്ഛനെ കെട്ടിപ്പിടിച്ചത്, അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ മോഡേൺ പെണ്ണല്ലേ ശ്രുതി എന്ന് ശ്രുതി ചോദിച്ചു. അതൊക്കെ ശരി തന്നെയാ, നീ മലേഷ്യയിൽ നിന്ന് വന്ന പെണ്ണല്ലേ, എന്നിട്ടും നമ്മുടെ ഇവിടുത്തെ കൾച്ചർ നീ ഫോളോ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു. മുൻപൊക്കെ അങ്കിൾ രേവതിയെ സപ്പോർട്ട് ചെയ്യും, ആൻറ്റി എന്നെയും സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും സപ്പോർട്ട് വർഷയ്ക്കാണെന്ന് ശ്രുതി. ആൻറ്റിക്ക് വർഷയ്ക്ക് കൂടുതൽ സ്നേഹമുള്ളതുപോലെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രുതി വർഷ ഇപ്പം ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് അമ്മ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിന്നോട് അമ്മയ്ക്ക് വലിയ ഇഷ്ടം തന്നെയാണ്, അത് നിനക്ക് എന്താ അറിയില്ലേ. എന്തായാലും വർഷയുടെ സപ്പോർട്ട് എനിക്ക് വേണം. അവളുടെ സ്റ്റാറ്റസ് അത് നമ്മൾക്കൊരു സഹായം തന്നെയാണെന്ന് പറയുമ്പോൾ നീ എന്തിനാ ഏത് നേരം അവളെപ്പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, നീയും അവളെക്കാളും റിച്ചായ ഫാമിലിയിൽ നിന്നല്ലേ വരുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം അതൊക്കെ ശരി തന്നെയാ, എന്നാലും ഈ വീട്ടിൽ അവളുടെ സപ്പോർട്ട് അത് നമുക്ക് വേണം എന്ന് ശ്രുതി പറയൂ കേട്ടോ. സച്ചി ശ്രീകാന്തിനോട് ദേഷ്യത്തിലാണ്. ഈ സമയത്ത് ശ്രീകാന്തിനോട് ശ്രുതി സ്നേഹത്തിൽ ഇടപെട്ട നിങ്ങൾക്കിടയിൽ നല്ല ബോണ്ടിങ് വരുമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ അത് ശരിയാണെന്ന് ശ്രുതി. രണ്ടുപേരെയും നമുക്ക് നമ്മുടെ കൂടെ നിർത്താനും പറ്റുമെന്ന് പറയുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക ചേട്ടൻ. അങ്ങനെ പാലൊക്കെ എടുത്ത് കൊടുത്ത് രണ്ടുപേരും പാലൊക്കെ കുടിച്ചിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. രാവിലെ ഷോറൂമിൽ പോകണ്ടല്ലേ എന്നും പറഞ്ഞ് അപ്പോൾ പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രുതി എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നെ കാണിക്കുന്നത് സാരിയൊക്കെ മാറി നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ വർഷ വരുമ്പം ഇതെന്താ സാരി മാറ്റിയെന്ന് ചോദിച്ചു. സാരിയും സ്വർണ്ണമൊക്കെ ധരിച്ച് എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ശ്രീകാന്തിൻ്റെ അമ്മ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വേഷം കെട്ടിയതെന്ന് വർഷ പറയാം. ഇതെനിക്കൊരു അൺകംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ സാരി എടുത്തപ്പോൾ കട്ടിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞ് അങ്ങ് ഇട്ടു. എന്നിട്ട് അതിൻ്റെ മേളിൽ അങ്ങ് കയറി കിടന്നു. ഇതൊക്കെ കണ്ട് ശ്രീകാന്ത് അന്തം വിട്ടിങ്ങനെ ഇരിക്കും കേട്ടോ. ദൈവമേന്നോർത്ത കുഴപ്പമില്ല, ഈ ഡ്രസ്സിലും നീ സുന്ദരി തന്നെയാണ് നമ്മുടെ ശ്രീകാന്ത് അന്നേരം പറയാം. പിന്നെ ഈ ഫസ്റ്റ് നൈറ്റ് സെറ്റപ്പൊക്കെ നന്നായിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ അതിനെന്ന് വർഷ ചോദിച്ചു. ഒഫീഷ്യലായിട്ട് ഇന്നാണെന്ന് ശ്രീകാന്ത് പറഞ്ഞു. അപ്പോഴേക്കും വർഷ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ നമ്മൾ തനിയായിരുന്നു കഴിഞ്ഞിരുന്നതെന്നും ആ സമയത്ത് നമ്മളോട് സംസാരിക്കാനും ആശീർവദിക്കാനും അതുപോലെ വഴികൾ പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ, വീട്ടിലുള്ള എല്ലാവരും നമ്മളെ ബ്ലെസ് ചെയ്തു. അതുപോലെ അച്ഛനും ഏട്ടത്തെയും എല്ലാവരും നമുക്ക് അഡ്വൈസൊക്കെ തന്നില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കാം. ഇപ്പം തനിയാണെന്ന് തോന്നുന്നതേ ഇല്ല എന്നൊക്കെ പറയുന്നു. കൂട്ടുകുടുംബം എന്നാൽ ഇതാണ് വർഷ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കിതൊരു പുതിയ അനുഭവമാണെന്ന് വർഷ അന്നേരം പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരും ഒന്നിച്ചിരിക്കുന്നതേ വളരെ വളരെ അപൂർവമാണെന്നും എല്ലാ ദിവസവും ഞാൻ അതിരാവിലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോകും, വൈകി വരും. എൻ്റെ അച്ഛനെയും അമ്മയെയും ചില ദിവസങ്ങളിൽ ഞാൻ കാണാറേ ഇല്ല എന്നൊക്കെ വർഷം ഇങ്ങനെ പറയുമ്പോൾ ഇവിടെ അങ്ങനെയൊന്നുമല്ല, എല്ലാവരും ചേർന്ന് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുമെന്ന് പറഞ്ഞു ശ്രീകാന്ത്. നമുക്ക് വേണ്ടി അവരവരുടെ റൂം തന്നെ മാറ്റിമറിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പം എനിക്ക് ഒറ്റയ്ക്കിരുന്ന് ശീലമായിപ്പോയി. ഇവിടെ ഇത്ര ആൾക്കാരാ, ശ്രീകാന്തിൻ്റെ സച്ചേട്ടനൊഴികെ എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇവിടെ താമസിക്കുന്നതിലേ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ലെന്നും വർഷ പറയാം. രേവതി ചേച്ചി, അങ്കിൾ എല്ലാവരെയും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞു. ശ്രുതി ചേച്ചി പോലും ഓക്കെ ആണെന്നും പറഞ്ഞു. നിന്റെ അച്ഛനെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. ഹൃദയത്തിൽ തൊട്ട് നാച്ചുറലായി സത്യസന്ധമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നൊക്കെ വർഷ ഇങ്ങനെ പറയുവാണേ. നിന്റെ അച്ഛനൊരു ഓപ്പൺ ബുക്കാ, ഐ ലൈക്ക് ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം. നിന്നെ കഴിഞ്ഞാലേ എനിക്ക് വീട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്കിളിനെയാണെന്നും പറഞ്ഞു. പിന്നെ ഹീസ് ലവബിൾ പേഴ്സൺ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ അച്ഛൻ വളരെ നല്ലവനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു ശ്രീകാന്ത് അന്നേരം. എൻ്റെ അച്ഛൻ ഞങ്ങൾക്കൊരു ഹീറോ തന്നെയാണെന്നും പിന്നെ
അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ മുഖം അല്ലാതെ എന്തുപറ്റി ശ്രീകാന്ത് എന്താന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാരണം അച്ഛന് പോലീസ് സ്റ്റേഷനിലൊക്കെ കയറേണ്ടി വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ശ്രീകാന്തെ അത് വിട്ടുകള നടക്കാനുള്ളതൊക്കെ നടന്നു, എൻ്റെ കാല് വേദനിക്കുന്നു തടവി തരുമെന്ന് ചോദിച്ചുകൊണ്ട് വർഷ ഇങ്ങനെ ശ്രീകാന്തിനെ കൊണ്ട് കാലൊക്കെ തടവിപ്പിക്കുക. അങ്ങനെ ശ്രീകാന്ത് വർഷയുടെ കാലൊക്കെ തടവി കൊടുക്കുന്നു. ഈ സമയം ശ്രുതി ചേച്ചി വലിയ വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് അവർക്കതിൻ്റെ റെസ്പെക്റ്റൊക്കെ വീട്ടിൽ കിട്ടുന്നുണ്ടല്ലേ, അവരുടെ ഹസ്ബൻഡ് അവരെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ വർഷ പറയാം. പാവം. എന്നാ രേവതി ചേച്ചിയുടെ കാര്യം അത് കഷ്ടമാണെന്ന് തന്നെ നമ്മുടെ വർഷ പറഞ്ഞു. പാവം, പോർ ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളല്ലേ, അതാ നിന്റെ അമ്മ അവരോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ വർഷ ഇങ്ങനെ പറയാം. അപ്പം അതൊക്കെ ശ്രീകാന്ത് കേട്ട് മിണ്ടാതിരിക്കുവാണ്. രേവതി ചേച്ചിക്ക് കിട്ടേണ്ട ഹസ്ബൻഡേ അല്ല ശ്രീകാന്തിൻ്റെ ഏട്ടൻ എന്നും വർഷ അന്നേരം പറഞ്ഞു. നീ എന്താ കരുതി വെച്ചിരിക്കുന്ന വർഷ, സച്ചേട്ടൻ ഒരു വില്ലനാണെന്നോ? സച്ചേട്ടൻ നല്ലവനാ, ഏട്ടത്തെ സച്ചേട്ടൻ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പിന്നെ ദേഷ്യം വന്നാൽ പിടിച്ചാൽ കിട്ടത്തില്ല, അത് മാത്രമേ ഉള്ളൂ ഒരു പ്രശ്നം. നിനക്ക് അദ്ദേഹം നല്ലവനായിരിക്കും, പക്ഷേ എനിക്ക് അദ്ദേഹം വില്ലൻ തന്നെയാണെന്ന് വർഷം അന്നേരം ശ്രീകാന്തിനോട് പറയണേ. പാവ രേവതി ചേച്ചി, നിന്റെ ഏട്ടനൊപ്പം എങ്ങനെയാ അവർ കഴിയുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണേ. ചേച്ചിയുടെ ലൈഫിൽ പുതിയൊരു വഴി കാണണം, ഞാനത് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്ത് വഴിയാണെന്ന് ചോദിച്ചപ്പം അത് നടക്കുമ്പോൾ നീ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ രേവതിയുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് നമ്മുടെ വർഷ തീരുമാനം എടുക്കുക. സച്ചേട്ടനെ കുറിച്ച് നീ കൂടുതലൊന്നും അറിഞ്ഞിട്ടില്ല, നീ സച്ചേട്ടൻ്റെ വഴിയെ പോവാതിരുന്നാൽ മതി എന്ന് പറയും. അപ്പം ഞാനത് അയാളുടെ വഴിയെ പോകണം, അദ്ദേഹം എന്നെ ഇറിറ്റേറ്റ് ചെയ്താൽ ഞാനത് കേട്ട് വെറുതെ ഇരിക്കില്ല എന്ന് പറയുമ്പോൾ മതി ഇനിയും സംസാരിച്ചിരുന്നാലേ ഈ മുറി അലങ്കരിച്ചതൊക്കെ വെറുതെ ആകുമെന്ന് പറഞ്ഞു നമ്മുടെ ശ്രീകാന്ത്. പിന്നെ എന്താ നമ്മൾ ചെയ്യണ്ടേ എന്ന് വർഷ ചോദിച്ചപ്പം അതെന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. അപ്പോൾ അതെ നമ്മുടെ ശ്രീകാന്ത് അവിടെ ഇരിക്കുന്ന പാലെടുത്ത് വർഷയുടെ കയ്യിലേക്ക് കൊടുത്തു. ആ പാല് കുടിച്ചിട്ട് പാതി കുടിച്ചു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ കിടന്നുറങ്ങി. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ഇങ്ങനെ വാർക്കപ്പുറത്ത് കിടന്നിട്ടാണെങ്കിൽ പാത്രത്തിന് ഉറക്കം വരുന്നത്, തിരിഞ്ഞും മറിഞ്ഞു കിടക്കുക കേട്ടോ, ഉറങ്ങാനേ കഴിയുന്നില്ല. രേവതിയാണെങ്കിൽ താഴെ നല്ല ഉറക്കവും. ശോ, എന്താ ഇത്, ഉറക്കം വരുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമാണ് ഇതെന്നൊക്കെ ഇങ്ങനെ സച്ചി ഇരുന്ന് ചിന്തിക്കുവാണേ. എന്നിട്ട് സച്ചി ഇങ്ങനെ പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും. അപ്പോൾ പിന്നെയും കിടക്കാൻ നോക്കുന്നു, പക്ഷെ കിടക്കാൻ പറ്റുന്നില്ല. പല എക്സസൈസൊക്കെ ചെയ്തു, എന്നിട്ടും സച്ചിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. സച്ചി എന്നിട്ട് നിന്നിങ്ങനെ എന്തൊക്കെ ആലോചിക്കും. എന്നിട്ട് ഓടി ഇറങ്ങി രേവതിയുടെ അടുത്തേക്ക് ചെന്നു. അവിടെയാണെങ്കിൽ രേവതി നല്ല ഉറക്കത്തിലാണല്ലോ കള്ളി എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുക. ഇവക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയും കേട്ടോ. നാലും ആടും ഇങ്ങനെ നോക്കിയിട്ട് എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് നേരെ രേവതിയുടെ അടുത്തേക്ക് ഇരുന്നിട്ട് രേവതി എന്നും പറഞ്ഞ് വിളിച്ചു. പക്ഷെ രേവതി കേൾക്കാതെ വന്നപ്പോഴത്തേക്കും തോണ്ടി രേവതി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അയ്യോ എന്ന് പറഞ്ഞു രേവതി ചാടി അങ്ങോട്ടേക്ക് എഴുന്നേറ്റും. ഞാനാ സച്ചിയേട്ടനോ ഇതുവരെ ഉറങ്ങിയില്ലേന്ന് ചോദിച്ചു. അതെ, ഞാൻ കുറേ നേരം കണ്ണടച്ച് കിടന്നു, എനിക്ക് ഉറക്കം വരുന്നില്ല രേവതി, നീയും വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി വായിക്കോട്ടൊക്കെ വിട്ടിട്ടിരിക്കുക. ഞാനിതിനെ വരുന്നതെന്ന് ചോദിച്ചു. എനിക്ക് ബോറടിക്കുന്ന രേവതി, നീ എൻ്റെ കൂടെ വാ രേവതി, ഒന്ന് വാ രേവതി. അപ്പോൾ നമുക്ക് മോളിൽ പോയി അയ്യോ നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, തെറ്റിദ്ധരിക്കല്ലേ, നീ വാ എൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ നോക്കുക. മോളിൽ പോയി നമുക്ക് കുറച്ച് നേരം എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി ഇങ്ങനെ പറഞ്ഞു കേട്ട് രാത്രി 12 മണി കഴിഞ്ഞു സച്ചേട്ടാ ഇനി എന്ത് സംസാരിക്കാനാണെന്ന് രേവതി ചോദിച്ചു. നിങ്ങൾ പോയി ഞാൻ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉറങ്ങല്ലേ, സംസാരിക്കാൻ നമുക്ക് എന്തെല്ലാം വിഷയങ്ങൾ കിടക്കുന്നു, നീ ഒന്ന് വാ രേവതി. അപ്പോൾ സച്ചേട്ടാ പ്ലീസ്, ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ ടെറസിൽ സംസാരിച്ചിരിക്കേ. അച്ഛനും അമ്മയൊക്കെ എന്താ വിചാരിക്കുന്നത്? അപ്പോൾ എന്ത് വിചാരിക്കാൻ, അവിടെ വേറെ ഒന്നും നടക്കുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, നമ്മൾ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ രേവതി ഇങ്ങനെ നോക്കുക. അതെനിക്ക് ബോറടിക്കുന്നു, നീ വാ രേവതി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോറടി മാറ്റാൻ ഞാൻ സംസാരിച്ചിരിക്കണോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് നേരത്തേക്കല്ലേ, നീ ഒന്ന് എഴുന്നേറ്റ് ഒന്ന് വാടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുക. അപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ പൊതിച്ചവിടെ കിടക്കാൻ നോക്കുമ്പോൾ അമ്പടി ഇത് കിടക്കാൻ പോകണം പറഞ്ഞനുസരിക്കല്ലേ, നിങ്ങൾ വന്നേന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് വലിച്ച് എഴുന്നേപ്പിച്ച് പായും തലേണയും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇത് എന്താ സച്ചേട്ടൻ ഈ കാണിക്കുന്നത്? സച്ചേട്ടൻ ഞാൻ വന്ന പ്രശ്നമാണ്. ആദ്യം നമ്മൾ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കും, പിന്നെ ഒന്നും രണ്ടും പറഞ്ഞു വഴക്കാവും, പിന്നെ അതോടെ എല്ലാവരും കൂടെ അറിയും. അതുകൊണ്ട് ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ വഴക്കൊന്നും ഞാൻ കൂടത്തില്ല, നീ വാ രേവതി വന്നേന്ന് പറഞ്ഞപ്പോൾ എന്നെ വീട് സച്ചേട്ടാ ഈ വെള്ളക്കുപ്പി എടുത്ത് പിടിക്കാന്ന് പറഞ്ഞു, നീ വാന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുക. അപ്പോഴേക്കും സച്ചേട്ടൻ എന്നെ വീട് ഞാൻ വന്നില്ലേ എന്ന് രേവതി വെച്ചു കേട്ടോ. അങ്ങനെ സച്ചി മുകളിൽ കൊണ്ടുപോയി പായൊക്കെ വിരിച്ച് രേവതിയുടെ തലേണയൊക്കെ വെച്ച് കൊടുത്തപ്പോൾ രേവതി നിന്നുറങ്ങുക. അങ്ങനെ രേവതി നിന്നുറങ്ങുന്നു. സച്ചി അന്നേരത്തേക്കും അവിടെ ചെന്നിരുന്നു. നീ ഇരിക്കാൻ പറഞ്ഞു രേവതിയോട്. അപ്പോൾ രേവതി അവിടെ നിന്നുറങ്ങൂലേ, രേവതി ഒന്നിരിക്കും വാ എന്നും പറഞ്ഞ് രേവതി പിടിച്ച് അവിടെ ഇരുത്ത് നോക്കുക. രേവതി ഇരിക്കുന്നില്ല. രേവതി എന്ന് പറഞ്ഞ് പിടിച്ച് അതിനെ അവിടെ ഇരുത്തി. ഇനി നമ്മൾ ഇവിടെ ഇരുന്നാലേ നമ്മൾ ആരും ശല്യപ്പെടുത്താൻ പോകണില്ല എന്ന് സച്ചി രേവതിയോട് പറയാം. ഇവിടെ നല്ല രസമൊക്കെ ഉണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഇവിടെ AC ഫാനും ഒന്നും വേണ്ട, പ്രകൃതി തരുന്ന നല്ല കാറ്റും തണുപ്പും ഉണ്ടെന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു.
പെട്ടെന്ന് മഴ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ മഴ വരാനുള്ള സാധ്യതയൊന്നുമില്ല, ആകാശം കണ്ടറിയാം മഴയൊന്നും പെയ്യത്തില്ലെന്ന് സച്ചി. നല്ല തെളിഞ്ഞ പൂർണ്ണ ചന്ദ്രനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ ആകാശം കണ്ട് അറിയാം, നിങ്ങൾ ഒരു കാലാവസ്ഥ നിരീക്ഷകനാണല്ലോ എന്നും പറഞ്ഞു ദേവതി ഇങ്ങനെ പറയണു കേട്ടോ. ആകാശത്ത് പൂർണ്ണ ചന്ദ്രന, നിറയെ നക്ഷത്രങ്ങൾ. മേഘങ്ങളാണെങ്കിലോ ഇപ്പോൾ ഒന്നുമില്ല. മേഘങ്ങളില്ലെങ്കിൽ മഴ പെയ്യില്ല എന്ന് അച്ഛമ്മ പറയാറുണ്ടേ. ഇനിയിപ്പോൾ ഒരു പക്ഷെ മഴ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് രേവ ചോദിച്ചു. മഴ വന്നാൽ നമ്മുടെ മുറിയിൽ കിടക്കുന്ന രണ്ടെണ്ണത്തിനെ അടിച്ച് പുറത്താക്കി നമ്മൾ ആ മുറിയിൽ കിടക്കും, അത്ര തന്നെയെന്ന് പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട വേണ്ട, നമ്മൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യും, അതുകൊണ്ട് മഴ വരാതിരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു നമ്മുടെ രേവതി എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സച്ചിക്ക് ചിരി വരിക. സച്ചി ഇങ്ങനെ രേവതിയെ നോക്കി ചിരിക്കുവാട്ടോ. രേവതിയാണ് ഭയങ്കര പ്രാർത്ഥന അവിടെ ഇരുന്ന്. അപ്പോഴേക്കും സച്ചി ഇങ്ങനെ ചിരിക്കുന്നത് കേട്ട് ഇങ്ങനെ ഒരു കണ്ണടച്ച് ഇങ്ങനെ നോക്കി നമ്മുടെ രേവതി. അപ്പോൾ എന്തിനാ ചിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞു. അങ്ങനെ അവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമുള്ള തണുപ്പാ അല്ലെങ്കിൽ ചോദിച്ചു. അപ്പം ഞാൻ അടുത്തിരിപ്പുണ്ടല്ലോ, എന്നിട്ട് നിനക്ക് തണുപ്പാണോ, കുറച്ചുകൂടെ അടുത്തിരിക്കണമെന്ന് സച്ചി ചോദിക്കുമ്പോൾ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക. അപ്പോൾ വേണ്ടല്ലേ എന്ന് ചോദിച്ചു സച്ചി. വേണ്ടെങ്കിൽ വേണ്ട, ഞാനിവിടെ ഇരുന്നോളാമെന്നും സച്ചി പറയാം. അപ്പോൾ രേവതി എന്നും പറഞ്ഞുകൊണ്ട് കുടിക്കാനുള്ള വെള്ളക്കുപ്പിയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് അവിടെ അങ്ങനെ കിടന്നു. സച്ചി അന്നേരം ഇങ്ങനെ നോക്കുക. രേവതി നല്ല ഉറക്കത്തിൽ സച്ചി ഇങ്ങനെ അന്നേരം രേവതിയുടെ ഉറക്കം കളയാൻ വേണ്ടി ഇങ്ങനെ അയ്യോ അതെ കൊതുക് കൊതുക് ഇപ്പോൾ പാറ്റ അതൊക്കെ പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. അപ്പം നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ലല്ലോ സച്ചിയേട്ടാ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് സച്ചി പറഞ്ഞു. നീ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുമെന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചാൽ നിങ്ങൾക്ക് ഉറക്കം വരുമല്ലേ? ആ വരും. ഓ അപ്പം ഞാൻ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കിടന്ന് ഉറങ്ങും. അപ്പം ഞാൻ ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞു സച്ചി. ഇതേപോലെ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. നീ എന്തെങ്കിലും ഒന്ന് സംസാരിക്കും, ഞാനൊന്ന് ഉറങ്ങട്ടെ എന്ന് സച്ചി. ആ സമയത്ത് അതെ, രാവിലെ മുതൽ ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും, എൻ്റെ കൈയും കാലും ഒക്കെ വേദനിക്കുന്നുണ്ട് സച്ചിയേട്ട, നല്ല ക്ഷീണമുണ്ടെന്ന് രേവതി പറഞ്ഞു. സംസാരിക്കാനുള്ള മൂഡിലൊന്നും അല്ല ഞാനെന്നും പറഞ്ഞു. എന്തിനാ ഈ ജോലിയൊക്കെ കൂടെ നീ എടുത്ത് ചെയ്യുന്നത്? ഇവിടെ ജോലി ചെയ്യാൻ വേറെ ആൾക്കാരുണ്ടല്ലോ. ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അവരൊക്കെ ഒരു ജോലിയേ ചെയ്യുള്ളൂ, തിന്നുക, വീട്ടുജോലി ഒന്നും ചെയ്യത്തില്ല എന്ന് രേവതി അന്നേരം സങ്കടങ്ങൾ പറയുക. അപ്പോൾ അതെ സച്ചേട്ടാ എനിക്ക് ഉറക്കം വരുന്നുണ്ട് സച്ചേട്ടാ, പ്ലീസ് പ്ലീസ് സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ കിടക്കുക. അപ്പോൾ സച്ചി ഇങ്ങനെ രേവതി തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവ സച്ചിക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, രേവതിയുടെ കഷ്ടപ്പാടൊക്കെ കേട്ടാണല്ലോ. സച്ചി വന്നിട്ട് ഇങ്ങനെ അവിടെ കിടക്കുന്നു. നീ തന്നെ ജോലി ചെയ്യണ്ട, നീ അവരെ കൊണ്ടും ജോലി ചെയ്യിപ്പിക്കണം, സുഖം പിടിച്ചാൽ അവർ പിന്നെ ഈ ജോലി ചെയ്യത്തേ ഇല്ല എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുക. ശരി സച്ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നീ തന്നെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. അതെ അതെ എന്നൊക്കെ പറഞ്ഞ് ഉറക്കപ്പിച്ചില്ല നമ്മുടെ രേവതി ഇങ്ങനെ പറയാം. നീ എൻ്റെ അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കേട്ടോ എന്നും. അമ്മ നോക്കത്തില്ല, അതാ ഞാൻ നിന്നോട് പറഞ്ഞു എന്നൊക്കെ സച്ചി പറയുമ്പോൾ എന്ന് പറഞ്ഞ് മൂളുന്നുണ്ട് രേവതി. മറ്റാരുടെയും കാര്യം നീ നോക്കേണ്ടതില്ല, ഭക്ഷണം നീ തനിയെ ഉണ്ടാക്കണ്ട, മറ്റ് രണ്ടുപേരെയും കൂടെ നീ കൂടെ കൂട്ടണം, ഇതൊക്കെ പറയണ്ട. അവരോട് പച്ചക്കറി കട്ടിയാനും വെള്ളം എടുക്കാനും പാത്രം കഴുകാനും ഒക്കെ നീ പറയണം. നീയാണ് ഈ വീട്ടിലെ ആദ്യം വന്ന മരുമകള്, നിനക്കറിയില്ലേ? അത് ഈ വീട്ടിൽ നിന്നെ കഴിഞ്ഞിട്ടേ അവരൊക്കെ ഉള്ളൂ, അതൊന്നും നിനക്കറിയില്ലേ? നീ അത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം അവരെ കൊണ്ടെന്നൊക്കെ സച്ചി ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രേവതി ഉറങ്ങിപ്പോയി. മനസ്സിലായോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ രേവതി നല്ല ഉറക്കം. ഓ അത് ശരി, അപ്പം ഞാൻ ആരോട് അതൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ രേവതിയെ പുതപ്പിച്ച് രേവതിയെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അവർ തമ്മിലുള്ള വഴക്കും അവർ തമ്മിലുള്ള സ്നേഹമൊക്കെ ഓർത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ അവിടെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് രാവിലെ ആയി, നേരം വെളുത്തു. രേവതി അതുപോലെ അടുക്കളയിൽ കയറി. ചന്ദ്രമതി വന്നു. രേവതി കോഫി റെഡി ആയില്ലേ എന്ന് ചോദിച്ചു. ഇപ്പോൾ റെഡി ആകുമെന്ന് പറഞ്ഞു. സമയം എത്ര ആയിടി, നീ എന്തെടുക്കുക ഇവിടെ എന്ന് ചന്ദ്രമതി അന്നേരം രേവതിയോട് ചോദിച്ചു. രേവതി ഒന്നും മിണ്ടുന്നില്ല. കാപ്പി ഒഴിച്ച് തൊള്ളയുടെ എണ്ണാക്കിലേക്ക് ഒഴിക്കാൻ കൊടുത്തു വിടുവാണ്. ആ സമയത്ത് നമ്മുടെ രേവതി അതൊക്കെ ഇങ്ങനെ എടുത്ത് ഇളക്കിയും ഒക്കെ എടുക്കുമ്പോൾ കോഫി നന്നായിട്ട് ഉണ്ടാക്കിയിട്ടില്ലേന്ന് ചോദിച്ചു. പാല് കൂടുതൽ ഒഴിച്ചിട്ടുണ്ടല്ലോ, അതോ നിന്റെ വീട്ടിലെ പോലെ ഒരു സ്പൂൺ പാലിലൊന്നും അല്ലല്ലോ ഒന്ന് ചായ ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ രേവതി ഒന്നും മിണ്ടുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവത്തില്ലേന്ന് ചോദിച്ചു. വേണമെങ്കിൽ എടുത്ത് കുടിച്ച് നോക്കാമേ, അപ്പോൾ അറിയാലോ എന്ന് പറഞ്ഞു രേവതി. വേണ്ട, നീ വേഗം ഒഴിക്കാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇത് ആർക്കേ കൊണ്ടുപോകണേന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീകാന്തിനും വർഷയ്ക്കും. അമ്മ അത് പിന്നെ വർഷയ്ക്ക് നീ കൊണ്ടു കൊടുക്കാമെന്നാണോ? അതൊന്നും വേണ്ട, അവൾ രാവിലെ തന്നെ നിന്നെ കണി കാണണ്ടാന്നും ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാമെന്നും പറഞ്ഞു. നീ നിന്റെ ജോലി ചെയ്യാനും പറഞ്ഞു. അമ്മേ അത് പിന്നെ അപ്പോൾ വർഷ കോഫി കുടിക്കില്ല എന്ന് പറയാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷേ തോക്കിക്കയറി വെടിവെക്കലാണല്ലോ ചന്ദ്രമതിക്ക്. എന്നേലും കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അടുക്കളയിലേക്ക് ജോലിയായിട്ട് പോണു. ഈ സമയത്ത് മുറിയിലേക്ക് ചെല്ലുമ്പോൾ വാതിൽ തുറക്കുമ്പോൾ നമ്മുടെ അമ്മ കാണുന്ന കാഴ്ച ഭാര്യയുടെ സാരി മടക്കി വയ്ക്കുന്ന ശ്രീകാന്തിനിയാണ്. ഇത് കണ്ടപ്പോഴേക്ക് അന്തം വിട്ട് കുന്തം വിഴുങ്ങി എടാന്നും പറഞ്ഞൊരു വിളി നമ്മുടെ അമ്മ. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് സാരി അവിടെ ഇട്ടിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൽക്കുക. അമ്മേ എന്താടാ നീ കാണിക്കുന്നത്?
ഇവളുടെ സാരി നീ എന്തിനാ മടക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഇവിടെ കിടക്കുന്നത് കണ്ട് ഞാൻ മടക്കി വെക്കാമെന്ന് കരുതിയതാണെന്ന് പറയുമ്പം അത് നിന്റെ ഭാര്യ ചെയ്യത്തില്ലേടാ, അല്ലെങ്കിൽ രേവതിയോട് പറയണം, അവൾ ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. പിന്നെ നീ എന്തിനാ സാരിയൊക്കെ മടക്കി വെക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു വിട്ടത് ചന്ദ്രമതി. ചേന്ന് പറഞ്ഞ മകനിങ്ങനെ നിൽക്കുക, ചൂളിപ്പോയി. കോഫി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ മകനുള്ള കോഫി കൊടുത്തു. ഈ സമയത്ത് എന്ന് പറഞ്ഞോണ്ടെങ്കിൽ ചന്ദ്രമതി നിൽക്കുക. അപ്പം നല്ല കോഫി രേവതി ഉണ്ടാക്കിയതല്ലേ, രേവതി അടുത്ത് ഉണ്ടാക്കിയ കോഫി ആയിരിക്കുമല്ലോ എന്ന് ശ്രീകാന്ത് ചോദിച്ചു. എത്ര നാളായി ഏട്ടത്തി ഉണ്ടാക്കുന്ന ടേസ്റ്റുള്ള കോഫി കുടിച്ചിട്ടെന്ന് ശ്രീകാന്ത് പറയാം. ഇതൊക്കെ ഞാൻ മിസ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തലയുടെ മോന്ത അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുക. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് മകൻ അന്നേരം മനസ്സിലായി. ഈ സമയത്ത് വർഷയ്ക്കും കോഫി കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെയുണ്ട് അവള്, കുളിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം അവളിവിടെ ഇല്ല, അവൾ രാവിലെ എന്നെ പോയെന്ന് പറഞ്ഞു. പോയെന്നോ, എങ്ങോട്ട് പോയെന്നോ? അപ്പോഴേക്കും തള്ള ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ശ്രീകാന്തിന് പറയാനൊരു അവസരം പോലും കൊടുക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു. ചന്ദ്രമതിന് എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ചന്ദ്രമതിക്ക് വടിവെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ. ഏതായാലും ഭാര്യയുടെ അടിമപ്പണി ചെയ്യുന്ന മകനെ കണ്ട് തള്ളയുടെ കിളി പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചന്ദ്രമതിയുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് രേവതി ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനൊക്കെ ആയിട്ട് നമ്മുടെ വർഷ ശ്രമിക്കാൻ തുടങ്ങുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.